പ്രതിഷേധത്തിനിടെ വാഗേരിയിലെ കടുവ കുപ്പാടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ആ കടുവയെ കൊണ്ടുപോയി MLA നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. എം കമൽ വിവരങ്ങളുമായി ചേർന്നു. കമൽ, ആ കടുവയെ കൊല്ലണമെന്നുള്ളതായിരുന്നല്ലോ നാട്ടുകാരുടെ ആവശ്യം. എങ്ങനെയാണ് പിന്നീട് നാട്ടുകാരെ അനുനയിപ്പിച്ചത്? ഇപ്പോ കടുവയെ കുപ്പാടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയോ? അഞ്ജിത, കടുവയുമായുള്ള ാണ് 2:30യോടെയാണ് കടുവ കൂട്ടിലായ കടുവയുമായി ഈ വാഹനമായ എസ്റ്റേറ്റിന് പുറത്തേക്ക് വന്നത്. പക്ഷേ മണിക്കൂറുകളോളം നാട്ടുകാർ അവിടെ ഈ വാഹന വ്യൂഹം തടഞ്ഞു വെച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നായിരുന്നു ആവശ്യം. MLA അടക്കം എത്തി, ADM സബ് കളക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി. പക്ഷേ എന്നിട്ടും നാട്ടുകാർ വഴങ്ങിയില്ല. അവസാനം ചില തീരുമാനങ്ങൾ അറിയിച്ചു. ഈ കൊല്ലപ്പെട്ട പ്രതീഷിന്റെ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അറിയിച്ചു. നഷ്ടപരിഹാരം നാളെ തന്നെ നൽകാമെന്ന് അറിയിച്ചു. കടുവയെ വയനാട് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റും, സൂവിലേക്കോ മറ്റോ അത്തരത്തിലുള്ള തീരുമാനവും അറിയിച്ചു. അതിനുശേഷവും പ്രതിഷേധമുയർന്നു. പിന്നീട് പോലീസ് ആളുകളെ ആ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് മാറ്റി പോലീസ് സംരക്ഷണയിൽ കടുവയുടെ വാഹനം കടത്തിവിടുകയായിരുന്നു. അതോടൊപ്പം വനംവകുപ്പിന്റെ വാഹനങ്ങളും കടത്തിവിടുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലെത്തും. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ ഈ കൂട്ടിലായ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നത് നിയമപരമായി ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ആ കാര്യങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കളും MLAയും ഒക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കടുവയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.